Hello friends, വെൽക്കം ടു മായൂട്ടീസ് and Kunyi's World, always your health partner. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ കപ്പ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 1 കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കപ്പ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ കപ്പ ബിരിയാണിയിലേക്കുള്ള ഇറച്ചി റെഡിയാക്കാനായിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് അരിഞ്ഞു വെച്ച 2 സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അരപ്പിട്ട് കൊടുക്കാം. കപ്പയിലേക്ക് ചേർക്കാനുള്ള അരപ്പാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചുവന്ന ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്, ഇതൊക്കെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചത് ഇട്ട് കൊടുക്കാം. കടുക്, വറ്റൽമുളക് എന്നിവ എണ്ണയിൽ താളിച്ചതാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 സ്പൂൺ മതിയാവും. 1/2 സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു 1/2 സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തേങ്ങ മൊരിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നുള്ള് പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പ നന്നായിട്ട് നമ്മൾ ഇറച്ചിയുടെ അകത്തേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കപ്പയിൽ ഇറച്ചി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. അതുകൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പം നന്ദി, നമസ്കാരം.